ഞാൻ ഇപ്പൊ നിവിനോടും പറഞ്ഞു, നിവിനെ ഇവൻ നമ്മളെ മൊത്തത്തിൽ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഒരു സംശയമുണ്ട്. തീരുമാനത്തിലേക്ക് എത്തുന്നത് എങ്ങനെയായിരുന്നു? ഇപ്പൊ നിവിൻ ധ്യാൻ ചിത്രം ഞാനും അത് ആലോചിച്ചോണ്ടിരിക്കുന്നു. കാരണം ഇത്രയും ഫുൾ റിസ്കില് ഇപ്പൊ ഞാൻ ഇത്രയും സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഫുൾ റിസ്കിൽ ഒരു സിനിമ ഇറക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ എന്താകുമെന്ന് ഞാനിങ്ങനെ കുറേ ദിവസങ്ങളായിട്ട് ഭാര്യ അതുകൊണ്ടിട്ട് എൻ്റെ കൂടെ നിൽക്കാതെ വീട്ടിന് ടൂർ പോയേക്കാണ്. കാരണം നമ്മുടെ ഈ ടെൻഷൻസൊക്കെ ഇവൻ കണ്ടുകൊണ്ട് അന്ന് തോന്നുന്നു. കാരണം ഒരു സിനിമ ഇറക്കിയിട്ടിട്ട് അതിൻ്റെ കാര്യങ്ങൾ പോലും പുറത്തേക്ക് വിടുന്നില്ല. അതുപോലെ ഇന്നലെ ഞങ്ങളെല്ലാം നിർബന്ധിച്ചിട്ടാണ് വിജയ് വിടുന്നത്. കാരണം അപ്പോൾ അതിൻ്റെ സസ്പെൻസ് പോകും. ഞാൻ ചോദിച്ചാൽ 1-ാം തീയതി ഇറങ്ങുമ്പോൾ ഇത് ഓൾറെഡി പോകുമല്ലോ, അപ്പോൾ 2 ദിവസം മുമ്പ് പോയാൽ എന്താ കുഴപ്പമിരിക്കുന്നത്? ഇല്ല, 2 ദിവസം വെയിറ്റ് ചെയ്യും. അപ്പം അങ്ങനെ ഞാൻ നിർബന്ധിച്ചതിൻ്റെ പേരിലാണ്. അപ്പം നിവിനും ഇതെല്ലാം കേട്ടോണ്ടിട്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പം നിവിനോടും പറഞ്ഞു, നിവിനെ ഇവൻ നമ്മളെ മൊത്തത്തിൽ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഒരു സംശയമുണ്ട്, നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു പ്രസ് മീറ്റ് കൊടുക്കണം. അങ്ങനെ നിവിൻ പറഞ്ഞു ശരി, അപ്പം അങ്ങനെയാണ് ഒരു പ്രസ് മീറ്റ് തന്നെ നമുക്ക് വെക്കാമെന്നുള്ള ഒരു വാശിയുടെ പുറത്താണ് ഇന്ന് പ്രസ് മീറ്റ് പോലും വെച്ചത്. അല്ലെങ്കിൽ ഇന്ന് മിനിങ്ങാന്നിറങ്ങിയ ടീച്ചറും കാണത്തില്ല, ഇന്നത്തെ പ്രസ് മീറ്റും കാണത്തില്ല. ചിലപ്പോൾ എനിക്ക് ഡൗട്ട് നാളെ കഴിഞ്ഞ് ചിലപ്പോൾ ഞാനും കാണത്തില്ല. ഒരു സെക്കൻഡ്, നമ്മളെ DOP ആണ് മനുഷ്യന്റെ മുന്നിൽ വരാത്തൊരു മനുഷ്യനാണ്. ക്യാമറാസിന്റെ ഫ്രണ്ടിൽ തന്നെ ആദ്യമായിട്ട് എന്തായാലും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഞാൻ ആക്ച്വലി ഈ കഥ ഇനീഷ്യലി നല്ല ഏർലിയാണ് കേൾക്കുന്നത്. അപ്പോൾ എൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു ജേർണി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. എനിക്ക് അത് ആക്ച്വലി ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. ഉണ്ടായിരുന്നോ ഒരു 1-2 മണിക്കൂർ ഒരു വിഗ് വയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറേ നേരം പ്രിപ്പയർ ചെയ്തല്ലേ? ഒരു ദിവസം മൊത്തം ഏറ്റവും അലമ്പ് വിഗ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ള ഡിസ്കഷൻ ആയിരുന്നു. അപ്പം അതിങ്ങനെ കുറേ ഇട്ട് ഞങ്ങൾ പല വെച്ച് പിന്നെ അത് സമയമെടുക്കും. ആ പ്രോസസ്സ് തന്നെ ഒരു 15-20 മിനിറ്റോളം സെറ്റ് ചെയ്ത് അത് കുറച്ച് അല്ല അങ്ങനെ ഭയങ്കര പ്രിപ്പയർ ചെയ്ത് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ കണ്ടറിയാലോ. ടീച്ചർ ഇറങ്ങിയ സമയത്ത് ഫസ്റ്റ് ഷോട്ട് കണ്ടിട്ട് കാന്താര സിനിമയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറെ കമന്റ്സ് അതിൻ്റെ അടിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചായിട്ട് ഇത്തരത്തിൽ കലാരൂപങ്ങൾ കാണുമ്പോൾ കാന്താര പോലുള്ള സിനിമകൾ ഇവിടെ കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പം ഇത്തരം കമന്റുകളോട് എന്താ പറയാനായിട്ട്? അല്ല, അത് നമ്മുടെ സിനിമയിൽ ഈ ടീസറിൽ വിട്ട ഒരു കൈനോട്ടക്കാരി അല്ലെങ്കിൽ മുത്തപ്പൻ, ഇതൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ നമ്മുടെ അതിൻ്റെ ഓരോരോ ഏരിയാസിൽ വരുന്ന അത് നമ്മുടെ സിനിമയിൽ വളരെ സത്യമായിട്ട് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു വലിയ ഏരിയാസാണ്. മുത്തപ്പനൊക്കെ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സിനിമ. അതുകൊണ്ടാണ് നമ്മൾ ടീച്ചർ വിട്ടപ്പോൾ അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. കാന്താര സിനിമയായിട്ടൊന്നും ഒരു ബന്ധമില്ല. ജസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ഈ മുത്തപ്പൻ നമ്മുടെ മലയാളികൾക്ക് എത്രത്തോളം കണക്റ്റഡ് ആണ്. ഒരു കൈനോട്ടക്കാരി മുത്തപ്പൻ, അതുപോലെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. സലീമേട്ടൻ, മഞ്ജു ചേച്ചി ഗോപിയുടെ അമ്മയാണ്. ഈ ക്യാരക്ടേഴ്സൊക്കെ നമ്മളുടെ ലൈഫിൽ നമ്മുടെ അമ്മമാരും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം അതേപോലെ തന്നെയാണ് ആൽപ്പറമ്പിൽ ഗോപിക്ക് ഈ പറഞ്ഞ പോലെ മുത്തപ്പനും ഇവരെല്ലാം. ഇതാണ് മലയാളിയുടെ ഒരു സ്റ്റോറി എന്ന ബേസിസിൽ നമ്മൾ അങ്ങനെ ഒരു ടീച്ചറുണ്ട്. നത്തിങ് ടു ഡു വിത്ത് കാന്താര.